പൈങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്തിൽ 24 കോടി രൂപയുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. കാർഷിക മേഖലയ്ക്കും ക്ഷീരമേഖലയ്ക്കുമാണ് പ്രഥമ പരിഗണന. ദീർഘവീക്ഷണത്തിലൂന്നിയ വികസന പദ്ധതികളാണ് ബഡ്ജറ്റ് വിഭാവനം ചെയ്തിട്ടുള്ളതെന്ന് പ്രസിഡന്റ് ജിജി ഷിജു പറഞ്ഞു. പൈങ്ങോട്ടൂർ പഞ്ചായത്തിലെ അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് വൈസ് പ്രസിഡന്റ് സാബു മത്തായിയാണ് അവതരിപ്പിച്ചത്. 24 കോടിയിൽ പരം രൂപ വരവും 23 കോടിയിൽ പരം രൂപ ചെലവുമാണ് കണക്കാക്കിയിരിക്കുന്നത്. സുസ്ഥിരവും സമഗ്രവുമായ വികസനമാണ് ലക്ഷ്യമിടുന്നതെന്ന് ബജറ്റ് അവതരണത്തിൽ അദ്ദേഹം പറഞ്ഞു. കാർഷിക മേഖലയ്ക്കും ക്ഷീരമേഖലയ്ക്കുമാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. കുടിവെള്ളം, ശുചിത്വം, ഭവന നിർമ്മാണം, ആരോഗ്യ സംരക്ഷണം, സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമം, വയോജനങ്ങളുടെയും ഭിന്നശേഷിക്കാരുടെയും സംരക്ഷണം, പട്ടികജാതി പട്ടികവർഗ ഉന്നമനം എന്നിവയ്ക്കെല്ലാം ബജറ്റിൽ അർഹമായ വിഹിതം വകയിരുത്തിയിട്ടുണ്ട്. റോഡുകളുടെ പുനരുദ്ധാരണം ഉൾപ്പെടെ പശ്ചാത്തല മേഖലയ്ക്കും പരിഗണന നൽകിയിട്ടുള്ളതാണ് ബജറ്റ്. ഇപ്പൊ തന്നെ നമുക്ക് ഏറ്റവും നമ്മുടെ പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നം, കുടിവെള്ളത്തിന് ഇപ്പോൾ രൂക്ഷമായ കുടിവെള്ള പ്രശ്നം നമ്മൾ അനുഭവിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ എൽദോ അബ്രാഹാമിന്റെ ഫണ്ടിൽ നിന്ന് അന്ന് തുടങ്ങി നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പൊ 9 വർഷം 8 വർഷമായിട്ട് അത് നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റില്ല. ചില സാങ്കേതിക വിഷയങ്ങളൊക്കെ വന്ന് അത് മാറ്റിവെച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ പോലും നമ്മളിപ്പോ അതിനകത്ത് നമ്മൾ അതിന്റെ പരിശ്രമത്തിലേക്ക് എത്തിയാണ്. അതിനകത്ത് പറയാൻ നമ്മുടെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ഷാജി മുഹമ്മദ് ഇടപെട്ടാണ് നോക്കുന്നത്. തിരുവനന്തപുരത്ത് പോയി മന്ത്രിമാരെ കണ്ട ശേഷമാണ് നമുക്ക് 30% എബോ വെച്ചാണ് ഇപ്പൊ അതിന്റെ ബഡ്ജറ്റ് അലൊക്കേഷനായി അതിന്റെ ഫണ്ട് അനുവദിച്ച് ഇപ്പൊ പണിയാണ്. എന്തായാലും വളരെ ഉടൻ തന്നെ ഇപ്പൊ ഈ വർഷം കൊണ്ട് നമുക്കത് ഈ പഞ്ചായത്തിലെ ഏറ്റവും മഹത്തായ ഒരു പ്രവൃത്തി എന്ന നിലയ്ക്ക് അത് നമുക്ക് നടപ്പാക്കേണ്ട ആവശ്യം. അതുപോലെ തന്നെ നമ്മുടെ ടൗണുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പൈങ്ങോട്ട് ടൗണ് നമുക്കറിയാം, നമ്മൾ നല്ല രീതിയിൽ അതിന്റെ വികസനം കാക്ഷിക്കുന്നതിലേക്ക് മാറ്റാനായിട്ട് നമുക്കിപ്പോൾ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പണി, ആ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പണി നമുക്ക് പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിന്റെ നമ്മുടെ ബാക്കി ഭാഗം പൂർത്തീകരിച്ചും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിന്റെ ഒരു പ്രവർത്തനം നന്നായിട്ട് അതിന്റെ ടാറിംഗ് നടത്തി കഴിഞ്ഞാൽ അതുപോലെ നമ്മുടെ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ഉൾപ്പെടെ ഓട്ടോക്കാരൊക്കെ അപ്പുറത്തേക്ക് മാറ്റി ബസ് സ്റ്റാൻഡാക്കി മാറ്റിക്കൊണ്ട് ഒരു സമ്പൂർണ്ണ നല്ലൊരു വികസനത്തിന് നമുക്ക് പൈങ്ങോട്ട് ടൗൺ മാറ്റാൻ പറ്റും. ദീർഘവീക്ഷണത്തിലൂന്നിയ വികസന പദ്ധതികളാണ് ബജറ്റിൽ വിഭാവനം ചെയ്യുന്നതെന്ന് പ്രസിഡന്റ് ജിജി ഷിജു വിശദീകരിച്ചു. ലഭ്യമായ ഫണ്ടുകൾ ഫലപ്രദമായി വിനിയോഗിക്കുകയാണ് ലക്ഷ്യം. നമ്മുടെ പഞ്ചായത്ത് കാർഷിക പ്രദേശമായതുകൊണ്ട് തന്നെ കൃഷി മൃഗസംരക്ഷണ മേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്നു. അതോടൊപ്പം ഭിന്നശേഷിക്കാർ, പിന്നോക്ക വിഭാഗക്കാർ, വൃദ്ധർ, രോഗികൾ, സ്ത്രീകൾ, കുട്ടികൾ എന്നിങ്ങനെ പ്രത്യേക പരിഗണന ലഭിക്കുന്നവർക്ക് പ്രയോജനം ലഭിക്കുന്ന പദ്ധതികൾക്കായി തുക വകയിരുത്തിയിട്ടുണ്ട്. മാലിന്യ സംസ്കരണം, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയ്ക്ക് പരിഗണന നൽകുന്നതോടൊപ്പം പശ്ചാത്തല മേഖലയ്ക്ക് പരമാവധി തുക അനുവദിക്കുന്നതാണ് 2025-26 ബഡ്ജറ്റ്. അതോടൊപ്പം ഏറ്റവും പ്രധാനമായിട്ട് ഗ്രാമീണ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുന്നതിനടക്കമുള്ള നിരവധി പദ്ധതികളും വകയിരുത്തിയിട്ടുണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, മെമ്പർമാർ, ഉദ്യോഗസ്ഥർ, പൊതുപ്രവർത്തകർ എന്നിവർ ബജറ്റ് അവതരണ യോഗത്തിൽ പങ്കെടുത്തു. വ്യാഴാഴ്ചയാണ് ബജറ്റിന്റെ ചർച്ച നിശ്ചയിച്ചിട്ടുള്ളത്. GTV ന്യൂസ്, പൈങ്ങോട്ടൂർ.